പരാജയങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കയറ്റിയിറക്കങ്ങളും നഷ്ടങ്ങളും എല്ലാം കൂടി ചേരുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതമെന്നും എന്നെ പറഞ്ഞ് പഠിപ്പിച്ച പുസ്തകമാണ് ബീയിങ് ക്രിസ്റ്റഫ്. എല്ലാ കഥകൾക്കുള്ളിലും പറയപ്പെടാത്ത ഒരു കഥ ഒളിച്ചിരിക്കണമെന്ന ഒരു വലിയ രഹസ്യം അദ്ദേഹം എനിക്ക് പറഞ്ഞു തരികയായിരുന്നു. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് പകരം തൻ്റെ കൂടെ ഓടി വരുന്ന നജീബിനെ വെള്ളമിറ്റ് കൊടുത്ത് അയാൾക്ക് ദാഹം ശമിച്ച് അയാൾ ജീവനുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം സ്വന്തം നാവിലേക്ക് വെള്ളമിറ്റ് കൊടുക്കുന്ന ഇബ്രാഹിം ഖാദിരിയെ നിങ്ങൾ ആ നോവലിൽ കാണാൻ കഴിയും. നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ വ്യഥകളെ, നമ്മുടെ ആകുലതകളെ, നമ്മുടെ സങ്കല്പങ്ങളെ എങ്ങനെയാണ് അക്ഷരങ്ങളിലേക്ക് പകർത്തുന്നത് എന്നതിൻ്റെ ഒരു വലിയ പാഠപുസ്തകമായി അത് മാറുകയായിരുന്നു. ഞാൻ ജീവിതത്തിൽ സ്വയം വിശ്വസിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനാവും എന്നാണ്. എഴുത്തിൻ്റെയും വായനയുടെയും ഒന്നും ഒരു ചരിത്രവുമില്ലാത്ത ഒരു ബാല്യമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. സ്കൂൾ കാലത്തോ കോളേജ് കാലത്തോ അക്ഷരങ്ങളുമായി യാതൊരു വിധത്തിലുള്ള ബന്ധം പുലർത്തുന്ന ഒരാളായിരുന്നില്ല ഞാൻ. ലൈബ്രറികൾ എനിക്ക് അത്രമേൽ പരിചിതവുമായിരുന്നില്ല. വീടിനടുത്ത് 3 ഗ്രന്ഥശാലകൾ ഉണ്ട് എങ്കിൽ പോലും അതിലൊരിക്കൽ പോലും അതിലെവിടെയെങ്കിലും ഒരു മെമ്പർഷിപ്പ് കരസ്ഥമാക്കണമെന്ന് തോന്നിയിട്ടുമില്ല അക്കാലത്ത് ഒന്നും. എന്നിട്ടും എന്തോ വിധിയുടെ ചില നിശ്ചയത്താൽ എഴുത്തുകാരനായി തീർന്നു എന്നത് പറയുന്നതായിരിക്കും കൂടുതൽ ശരി എന്ന് തോന്നുകയാണ്. പുസ്തകത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് ഒരുപക്ഷെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, പുതിയ കുട്ടികളോട് പറഞ്ഞാൽ നിങ്ങളുടെ +2 പഠിക്കുമ്പോൾ പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ വെച്ചാണ് ലൈബ്രറിയിലേക്കുള്ള പോക്ക് ആരംഭിച്ചത്. അന്നൊക്കെ ഞാൻ ജീവിതത്തിൽ സ്വയം വിശ്വസിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനാവും എന്നാണ്. അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിനിടയിൽ സ്പോർട്സ് താരങ്ങളുടെ ചിത്രങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ് ലൈബ്രറിയിൽ പോയി അത്തരം പുസ്തകങ്ങൾ എടുത്ത് നോക്കി തുടങ്ങിയത്. അതിനിടയിലാണ് വളരെ യാദൃച്ഛികമായി സാഹിത്യം എൻ്റെ മുന്നിലേക്ക് വന്നുപെടുന്നതും ചില പുസ്തകങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വായന വഴുതി വീഴുകയും ചെയ്യുന്നത്. പക്ഷേ ആ 2 വർഷക്കാലത്തെ ചെറിയ ഒറ്റപ്പെട്ട 3-4 പുസ്തകങ്ങളുടെ വായനയൊക്കെ അവസാനിപ്പിച്ച് ഞാൻ ഉപരിപഠനാർത്ഥം തമിഴ്നാട്ടിലേക്ക് പോവുകയുണ്ടായി. അതൊരു 3 വർഷം കഴിഞ്ഞു. 1 വർഷത്തെ ചെറിയ ഇടവേള നാട്ടിലും കഴിഞ്ഞതിന് ശേഷം 21ാമത്തെ വയസ്സിൽ ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ് ചെയ്തത്. ബഹ്റിൻ എന്ന് പറയുന്ന ഒരു ചെറിയ കൊച്ചു ദ്വീപിലാണ് ഞാൻ എത്തപ്പെട്ടത്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ എൻ്റെ വായനാ ജീവിതവും എഴുത്ത് ജീവിതവും ആരംഭിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇക്കാര്യം ഞാൻ പലയിടങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ വിഷയമായതുകൊണ്ട് ഞാനത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ 21ാമത്തെ വയസ്സ് മുതൽ പിന്നീട് 30 വയസ്സുവരെയുള്ള ഒരു നീണ്ട 9 വർഷക്കാലത്തെ വായനാ ജീവിതമാണ് യഥാർത്ഥത്തിൽ എന്നെ എഴുത്തിലേക്ക് അടുപ്പിച്ചത്, എഴുത്തുകാരനാക്കി തീർത്തത് എന്ന് നിശ്ചയമായിട്ടും പറയാൻ കഴിയും. ഗൾഫിലെ 8 മണിക്കൂർ ജോലിക്ക് ശേഷം ബാക്കി കിട്ടുന്ന 16 മണിക്കൂർ നേരം എന്തു ചെയ്യുമെന്ന ഒരു വലിയ ആകുലത എന്നെ അക്കാലത്ത് പിടികൂടി. ആ 16 മണിക്കൂറിൽ കുറച്ചു നേരം ഉറങ്ങാം, കുറച്ചു നേരം TV കാണാം, ബാക്കി സമയം എന്തു ചെയ്യുമെന്ന ചോദ്യം എന്നെ എൻ്റെ പ്രീ ഡിഗ്രി കാലത്തെ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അതിനു മുമ്പായ ഇടവേളകളിൽ കുറച്ച് സിനിമകളൊക്കെ കാണാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും യഥാർത്ഥത്തിൽ എന്നെ തൃപ്തിപ്പെടുത്തിയില്ല. എൻ്റെ ഉള്ളിലുള്ള ഞാനിനെ തൃപ്തിപ്പെടുത്താത്ത എന്തോ ഒന്നും അവശേഷിക്കുന്നു എന്ന ഒരു തോന്നലിൽ നിന്നാണ് ഞാൻ പുസ്തകങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത്. അക്കാലത്തെ മികച്ച പുസ്തകങ്ങൾ ഓരോന്നായി വായിക്കുമ്പോൾ അത് ലോക സാഹിത്യത്തിലെ മികച്ച ക്ലാസിക്കൽ കൃതികളായാലും മലയാളത്തിലെ പ്രമുഖ കൃതികളാണെങ്കിൽ പോലും പതിയെ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടുന്നതായി എനിക്ക് തോന്നി. യഥാർത്ഥത്തിൽ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത് എന്ത്, ഞാൻ തേടിയിരുന്ന സ്വത്വബോധം എന്ത് എന്ന ആലോചന
എനിക്ക് ഒരു ഉറപ്പ് കിട്ടുന്നത് യഥാർത്ഥത്തിൽ പുസ്തകങ്ങളിലൂടെയാണ്. ഓരോ പുസ്തകങ്ങളും യഥാർത്ഥത്തിൽ എൻ്റെ ചില സംശയങ്ങൾക്ക്, ആകുലതകൾക്ക്, സങ്കടങ്ങൾക്ക്, വ്യഥകൾക്ക് ഉള്ള മറുപടികളായി തീരുകയും എൻ്റെ ശൂന്യമായ ഇടങ്ങളെ അറിഞ്ഞോ അറിയാതെയോ അവ പൂരിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ പുസ്തകങ്ങളുടെ പ്രിയക്കാരനായി മാറുന്നത്. അക്കാലത്ത് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ വലിയ നിരകൾ ഓർക്കുകയാണ്. ഒരു കാലത്ത് ആ സമയത്ത് ഒരു വർഷത്തിൽ 160 180 പുസ്തകങ്ങൾ വരെ വായിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പുതിയ കാലത്ത് അതൊന്നും നമുക്ക് സാധ്യമല്ല എന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നന്ന് സോഷ്യൽ മീഡിയയും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും നോക്കി നമ്മുടെ സമയം നഷ്ടപ്പെടുത്താനില്ലായിരുന്നു എന്നത് തന്നെയാണ്. ഈ പുസ്തകങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ പതിയെ അക്ഷരങ്ങളുമായി പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ അക്ഷരങ്ങളിൽ നീന്താൻ ശ്രമിക്കുന്നത്. അന്ന് ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് കൂട്ടുകാർക്ക് കത്തെഴുതുക, ഡയറിക്കുറിപ്പ് എഴുതുക, പുസ്തക ആസ്വാദനങ്ങൾ എഴുതുക, ഇങ്ങനെ ചില പരിപാടികളിലേക്ക് പതിയെ പതിയെ ഞാൻ ചുവട് വെച്ച് തുടങ്ങി. അത് മനുഷ്യൻ്റെ ഉള്ളിലെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ചിന്തകളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ വ്യഥകളെ, നമ്മുടെ ആകുലതകളെ, നമ്മുടെ സങ്കല്പങ്ങളെ എങ്ങനെയാണ് അക്ഷരങ്ങളിലേക്ക് പകർത്തുന്നത് എന്നതിൻ്റെ ഒരു വലിയ പാഠപുസ്തകമായി അത് മാറുകയായിരുന്നു. ആ കാലയളവാണ് ശരിക്കും എനിക്ക് അക്ഷരങ്ങളിലേക്കുള്ള ഒരു ബലം പകർന്ന് നൽകുന്നത്. ഏതാണ്ട് 98 അവസാനമൊക്കെ ആയപ്പോഴേക്കും അവിടെ ചില കഥകൾ എഴുതാൻ ആരംഭിച്ചു. കഥകൾ എഴുതുക എന്നല്ലാതെ അവ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള സാധ്യതകളൊന്നും തന്നെ എനിക്ക് അറിയാമായിരുന്നില്ല. നാട്ടിൽ ഒരു പ്രസാധകനെയും എനിക്ക് പരിചയമില്ല, ഒരു പബ്ലിഷറേയും അല്ലെങ്കിൽ എഡിറ്ററേയും മുഖപരിചയം പോലുമില്ല, എഴുത്തുകാരെ ആരെയും തന്നെ പരിചയമില്ല. എങ്കിലും ഇവയൊക്കെ ഓരോ എഴുത്തുകാരനെ പോലെയും അച്ചടിച്ച് കാണണമെന്ന ആഗ്രഹം വല്ലാതെ ഉടലെടുക്കുകയും അറിയാവുന്ന അല്ലെങ്കിൽ വായിക്കുന്ന വാരികകളിൽ കാണുന്ന വിലാസങ്ങളിലേക്ക് അവ അയച്ചു കൊടുക്കുകയും ചെയ്തു തുടങ്ങി. അന്നത്തെ പത്രാധിപന്മാരൊക്കെ നമ്മളെക്കാൾ സ്നേഹമുള്ളവരായിരുന്നതുകൊണ്ട് അയക്കുന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ച് ഗൾഫിലേക്ക് സ്റ്റാമ്പ് ഒട്ടിച്ച് അവയൊക്കെ അയച്ച് തരുമായിരുന്നു. അങ്ങനെ മടങ്ങി വന്ന നിരവധി കഥകളിൽ ഒന്നിൻ്റെ കൂട്ടത്തിൽ ഒരു കത്തുകൂടി ഉണ്ടായിരുന്നു. അത് പ്രമുഖ സാഹിത്യകാരന് സി രാധാകൃഷ്ണൻ സാറിൻ്റെ കത്തായിരുന്നു. അന്ന് അദ്ദേഹം ഭാഷാഭൂഷണി മാസികയുടെ എഡിറ്ററായിരുന്നു. ആ കത്തിൽ ഉണ്ടായിരുന്നത്, ബെന്യാമിൻ, നിങ്ങളുടെ കഥ ലഭിച്ചു, അതിവിടെ പ്രസിദ്ധീകരിക്കാൻ നിർഭാഗ്യവശാൽ സാധ്യമല്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിലൊരു കഥാകാരനുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാ കഥകളുടെയും രഹസ്യം എന്ന് പറയുന്നത്, കഥകൾക്കുള്ളിൽ പറയപ്പെടാത്ത ഒരു രഹസ്യം ഒളിച്ചു കിടക്കണം എന്നതാണ്. എല്ലാ കഥകളുടെയും രചനാ രഹസ്യം എന്ന് പറയുന്നത് കഥകൾക്കുള്ളിൽ പറയപ്പെടാത്ത ഒരു രഹസ്യം ഒളിച്ചു കിടക്കണം എന്നതാണ്. നിങ്ങൾക്ക് ഭാവിയിൽ നല്ല കഥകൾ എഴുതാൻ കഴിയട്ടെ എന്ന ആശംസയോടെയാണ് ആ കത്ത് അവസാനിക്കുന്നത്. എനിക്ക് ഇന്നോളം ലഭിച്ചിട്ടുള്ള എല്ലാ പുരസ്കാരങ്ങളെക്കാളും വലിയ പുരസ്കാരമായിട്ടാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. അതുവരെയുള്ള എൻ്റെ രചനാ രീതികളെ അട്ടിമറിച്ചുകൊണ്ട് എല്ലാ കഥകൾക്കുള്ളിലും പറയപ്പെടാത്ത ഒരു കഥ ഒളിച്ചിരിക്കണമെന്ന ഒരു വലിയ രഹസ്യം അദ്ദേഹം എനിക്ക് പറഞ്ഞു തരികയായിരുന്നു. അതോടെ പുതിയ രീതിയിൽ കഥകൾ എഴുതാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അവിടെ ചില കഥകൾ പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്തു. അക്കാലത്ത് തന്നെ എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മൾബറി ബുക്സിൻ്റെ പബ്ലിഷറും എഡിറ്ററുമായിരുന്ന ഷെൽവിയുമായി വളരെ അടുത്ത പരിചയമുണ്ടായിരുന്നു. ഷെൽവി 95-94 കാലം മുതൽ തന്നെ ഗൾഫിലേക്ക് എനിക്ക് പുസ്തകങ്ങൾ അയച്ചു തരുമായിരുന്നു. ഞാൻ ഇപ്പോൾ പറയും, എൻ്റെ വീട്ടിലെ പുസ്തക ഷെൽഫിലിരിക്കുന്ന പുസ്തകങ്ങൾക്കൊക്കെ 3 ഇരട്ടി വിലയുള്ളതാണ്. ഒന്ന്, ആ പുസ്തകത്തിൻ്റെ വില; 2, അവ ഗൾഫിലേക്ക് അയച്ചു തരാനെടുത്ത തപാൽ ചാർജിൻ്റെ വില; 3, അവയെല്ലാം തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ എടുത്ത വില. അങ്ങനെ 3 ഇരട്ടി വിലയുള്ള പുസ്തകങ്ങളാണ് അവയെ ഓരോന്നും എന്ന്.
ലോകത്തിൽ മറ്റേതെങ്കിലും ഒരു പ്രസാധകൻ ഒരു പക്ഷേ പുസ്തകങ്ങളോടൊപ്പം വായനക്കാരന് കത്തെഴുതുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഷെൽവി പക്ഷേ എല്ലാ പുസ്തക കെട്ടുകൾക്കൊപ്പവും എല്ലാവർക്കും കത്തെഴുതുമായിരുന്നു. പക്ഷേ എനിക്കും അക്കൂട്ടത്തിൽ കത്തെഴുതുകയും പുതിയ കാലത്തെ എഴുത്തിനെക്കുറിച്ച്, പുതിയ സംവേദനത്തെക്കുറിച്ച്, പുതിയ കഥകളെക്കുറിച്ച് ഒക്കെ ഞങ്ങൾ തമ്മിൽ സംസാരങ്ങൾ ആരംഭിക്കുകയും അത് കത്തുകളിലൂടെ തുടർന്ന് ഫോൺ വിളിയിലൂടെ ആവുകയും ഒക്കെ ചെയ്ത ഒരു സൗഹൃദ കാലമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഷെൽവിയോട് ഞാൻ കുറച്ച് കഥകൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയുകയും എങ്കിൽ അവ എന്നെ കാണിക്കുമെന്ന് ആവശ്യപ്പെടുകയും ഞാനത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും അങ്ങനെ 2000-ൻ്റെ തുടക്കത്തിൽ എൻ്റെ ആദ്യ കഥാസമാഹാരം യുത്തനേസ്യ എന്ന കഥാസമാഹാരം മൾബറി ബുക്സിലൂടെ പുറത്തു വരികയും ആയിരുന്നു ചെയ്തത്. പിന്നെയും പല പുസ്തകങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ ആലോചനകൾ നടത്തിയെങ്കിലും 2003 അദ്ദേഹം വളരെ പെട്ടെന്ന് നമ്മെ വിട്ടുപോവുകയാണ് ചെയ്തത്. കഥ നിങ്ങൾക്കറിയാമെന്ന് കരുതുകയാണ്. അന്നു മുതൽ ഇന്നോളം എന്നെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യങ്ങളിലൊന്നായിരുന്നു, ഷെൽവി എന്തിനാണ് നമ്മളെ വിട്ട് ഇങ്ങനെ പെട്ടെന്ന് പോയത് എന്നതാണ്. സ്വയം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ആ ആകുലതയാണ് കഴിഞ്ഞ 20 വർഷക്കാലമായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആകുലതയാണ് എൻ്റെ ഏറ്റവും പുതിയ നോവലായ മൾബറിയായി പുറത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും വായിക്കുന്നുണ്ടാവും ഞാൻ കരുതുകയാണ്. മാതൃഭൂമി ബുക്സിൽ സീരിയലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൾബറി എന്ന് പറയുന്ന നോവൽ ഷെൽവിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. ഞാൻ വായിച്ചിട്ടുള്ള നൂറുകണക്കിന് പുസ്തകങ്ങളിൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ റൊമെയിൻ റോളൻഡിൻ്റെ 1915 നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള ജീൻ ക്രിസ്റ്റഫ് എന്ന് പറയുന്ന നോവലാണ് എന്ന് ഞാൻ പറയും. എൻ്റെ 22ഓ 23ഓ വയസ്സുള്ളപ്പോൾ വായിച്ച ആ പുസ്തകം മനുഷ്യന് ജീവിതം വിജയിക്കാൻ മാത്രമുള്ളതല്ല എന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ അവിടെവിടെയുണ്ട് എന്നും പരാജയങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കയറ്റിയിറക്കങ്ങളും നഷ്ടങ്ങളും എല്ലാം കൂടി ചേരുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതമെന്നും എന്നെ പറഞ്ഞ് പഠിപ്പിച്ച പുസ്തകമാണ് ജീൻ ക്രിസ്റ്റഫ്. അതുവരെ എല്ലാ നഷ്ടങ്ങളിലും എല്ലാ സങ്കടങ്ങളിലും വ്യഥകളിലുമൊക്കെ ഞാൻ വല്ലാതെ ഒറ്റപ്പെടുന്നല്ലോ എന്ന് വിചാരിച്ച ഇടത്ത് നിന്ന് സമാന ഹൃദയരായ മനുഷ്യർ ലോകത്തെല്ലായിടത്തുമുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് ആ പുസ്തകം എനിക്ക് നൽകിയത്. മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് അതെന്നെ വല്ലാതെ മാറ്റിമറിച്ചിട്ടുണ്ട്. അതിലൊരു നിർണായകമായ കഥാസന്ദർഭമുണ്ട്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണതും. റൊമെയിൻ റോളൻഡ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത് വിഖ്യാതനായ സംഗീതജ്ഞൻ ബിഥോവൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ്. ബിഥോവൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ 48-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു ദിവസം ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ കിടക്കക്കരികിലുള്ള ക്ലോക്ക് ചലിക്കുന്നുണ്ട്, എന്നാൽ അത് നിരന്തരം കേൾപ്പിക്കുന്ന ടിക് ടിക് ശബ്ദം കേൾപ്പിക്കുന്നില്ല. തൻ്റെ ക്ലോക്കിനെന്തോ സംഭവിച്ചല്ലോ എന്ന് കരുതി അദ്ദേഹം പതിവ് പോലെ പ്രഭാത സവാരിക്ക് ഇറങ്ങുമ്പോൾ അവിടെ വഴിയിൽ ഒരിടത്ത് ഒരു കടയുടെ മുമ്പിൽ നിന്ന് ഒരാൾ ഒരു ഇരുമ്പ് കമ്പിയിൽ ഇരുമ്പ് കൂടം കൊണ്ടടിക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ കാഴ്ച കാണുകയല്ലാതെ അതിൽ നിന്ന് ശബ്ദമൊന്നും പുറപ്പെട്ട് വരുന്നില്ല. ഈ ലോകത്തിനെന്തോ സംഭവിച്ചല്ലോ എന്ന് കരുതി അദ്ദേഹം എല്ലാ ദിവസവും പോകുന്ന ദേവാലയത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ അതിൻ്റെ മണി ചലിക്കുന്നു, ശബ്ദം പുറപ്പെട്ടു വരുന്നില്ല. പെട്ടെന്നാണ് ബിഥോവന് മനസ്സിലാവുന്നത് സംഭവിച്ചത് ലോകത്തിനല്ല എന്നും തൻ്റെ ശ്രവണപുടങ്ങൾക്കാണ് എന്നും തൻ്റെ കേൾവിശക്തി എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നും അദ്ദേഹം തിരിച്ചറിയുന്നത്. ഒരു സംഗീതജ്ഞനെ സംബന്ധിച്ചിടത്തോളം കേൾവി എന്ന് പറയുന്നത് എത്ര പ്രധാനപ്പെട്ടതാണ് എന്നറിയുമ്പോഴാണ് നമ്മളൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്ക് വീണുപോയാൽ, നമ്മളൊരു ഓട്ടക്കാരനാണ് എങ്കിൽ നമ്മുടെ കാലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, നമ്മളൊരു പാട്ടുകാരനാണ് എങ്കിൽ നമ്മുടെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ, നമ്മളൊരു എഴുത്തുകാരനാണ് എങ്കിൽ നമ്മുടെ വിരലുകൾ വേണ്ടവണ്ണം ചലിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്തുമാത്രം വ്യഥിതനാവും എന്നോ ചകിതനാകുമെന്നോ വിചാരിക്കുന്നിടത്താണ് ബിഥോവൻ മറ്റൊരാളായി മാറുന്നത്. അദ്ദേഹം ആ ദേവാലയത്തിലേക്ക് ഓടിക്കയറിയ ആ അൾത്താരയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, കഴിഞ്ഞ 48 വർഷക്കാലം ഈ ലോകത്തിൻ്റെ ശബ്ദം കേൾക്കാൻ എന്നെ അനുവദിച്ചതിൽ ഞാൻ നിന്നോട് നന്ദി പറയുന്നുവെന്നാണ്. സത്യത്തിൽ ആ ഒരു മാനസിക ഭാവമാണ് യഥാർത്ഥത്തിൽ ബിഥോവനെ ബിഥോവനാക്കി മാറ്റി തീർത്തത്.
നമുക്കറിയാം, നമ്മളിന്ന് കേൾക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന എന്തുകൊണ്ട് ബിഥോവൻ ഇന്ന് ലോകമെമ്പാടും സ്വീകരിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ബധിരതയുടെ കാലത്ത് പുറത്തിറക്കിയിട്ടുള്ള കമ്പോസിഷൻസ് ആയിരുന്നു അവ മുഴുവൻ എന്ന് നമുക്ക് മനസ്സിലാവും. ബധിരതയെ അദ്ദേഹം എങ്ങനെയാണ് ഏറ്റവും സർഗാത്മകമായി ചെലവഴിച്ചത് എന്ന് ഒരു വലിയ അനുഭവ പാഠം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്. 22 വയസ്സുള്ള ഒരു ബാലൻ്റെ അല്ലെങ്കിൽ ഒരു കൗമാരക്കാരൻ്റെ മനസ്സിൽ അത് കോരിയിട്ടത് വലിയ ഒരു ആവേശമാണ്. നമ്മുടെ കുറവുകളിൽ നിന്ന്, നമ്മുടെ പരിമിതികളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും എന്നുള്ള ഒരു വലിയ അറിവാണ് യഥാർത്ഥത്തിൽ ജീൻ ക്രിസ്റ്റഫ് എനിക്ക് പകർന്ന് നൽകിയത്. ജീൻ ക്രിസ്റ്റഫ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന എഴുത്തുകാരൻ നിക്കോസ് കസൻസാക്കിസാണ്. ജീൻ ക്രിസ്റ്റഫ് പുസ്തകത്തിൻ്റെ പേരാണ് റൊമൈൻ റോളണ്ടിൻ്റെ. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനങ്ങളും സോർബയും ക്രൈസ്റ്റ് റീക്രൂസിഫൈഡും ഉൾപ്പെടെയുള്ള കൃതികൾ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. എന്താണ് നിക്കോസ് കസൻസാക്കിസിലേക്ക് ആകർഷിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ആത്മീയതയാണ് എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ പ്രകടനപരമായി കാണുന്ന ആത്മീയതയ്ക്കപ്പുറത്തേക്ക് ഒരാത്മീയത എന്താണ് എന്ന ഒരു അന്വേഷണം അദ്ദേഹം നിരന്തരം പുസ്തകങ്ങളിലൂടെ നടക്കുന്നുണ്ട്. നമ്മൾ പുതിയ കാലത്ത് നിരന്തരം പ്രാർത്ഥനകൾ കൊണ്ട് നിറയുമ്പോൾ നിക്കോസ് കസൻസാക്കിസ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഞാൻ എന്തായി തീരാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്നെ നീ അതാക്കി തീർക്കണമേ എന്ന് മാത്രമാണ്. അത്രയും പ്രാർത്ഥന മതി ഈ ലോകത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരു എഴുത്തുകാരൻ നമുക്ക് പ്രിയപ്പെട്ടവനായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ ബദാം മരത്തോട് പറയുമ്പോൾ ആ ബദാം മരം പൂവിട്ടു എന്നാണ് നിക്കോസ് കസൻസാക്കിസ് എഴുതുന്നത്. സിസ്റ്റർ, സ്പീക്ക് മീ ഓഫ് ഗോഡ്, ദ ആൽമണ്ട് ട്രീ ബ്ലോസംഡ് എന്ന മനോഹരമായ ആത്മീയ വചനം എഴുതിയ നിക്കോസ് കസൻസാക്കിസ്. ഇന്നോളം നാം വായിച്ച ക്രിസ്തുവിൻ്റെ ചരിത്രത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പുതിയൊരു ജീവിതത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന നോവൽ മുന്നോട്ട് പോകുന്നത്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യം ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ദൈവീകത എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വീണ് കിട്ടിയതാണ് എന്നും വിശ്വസിക്കുന്ന ഇടത്ത് നിന്ന് നിക്കോസ് കസൻസാക്കിസ് പറയുന്നു അത് ഒരു മനുഷ്യൻ നേടിയെടുത്ത കഴിവായിരുന്നു എന്ന്. ഓരോ മനുഷ്യനും ദൈവത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്പാണ് എന്ന് കിർക്കഗോറിൻ്റെ വചനത്തെ ആസ്പദമാക്കി അദ്ദേഹം പറയുന്നു, നമ്മൾ ഓരോരുത്തരും ആത്മീയതയുടെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് പറക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഏതോ ചില നിമിഷങ്ങളിൽ ഭൗതികമായ ചില ശക്തികൾ നമ്മളെ തിരിച്ചു പിടിച്ച് ഭൂമിയിലേക്ക് വീഴ്ത്തുകയും ആ ദൈവീകതയിലേക്ക് ഉയരാനുള്ള നമ്മളുടെ സാധ്യതകളെ അവസാനിപ്പിച്ച് കളയുകയും ചെയ്യുന്നു എന്ന്. പക്ഷേ ആ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് അവസാനം ദൈവത്തിൽ എത്തപ്പെട്ട മനുഷ്യനാണ് യേശുക്രിസ്തു എന്നാണ് നിക്കോസ് കസൻസാക്കിസ് ആ പുസ്തകത്തിൽ സ്ഥാപിച്ചെടുക്കുന്നത്. ഇതിലേറ്റവും മനോഹരമായ സന്ദർഭം ക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ആണിയടയ്ക്കാൻ തുടങ്ങുകയാണ്. ആണിയടയ്ക്കാൻ വേണ്ടി ഇരുകൈയും വിടർത്തി കിടക്കുമ്പോൾ ക്രിസ്തു പെട്ടെന്നൊരു സ്വപ്നത്തിലേക്ക് വീഴുകയാണ്. ആ സ്വപ്നമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാമുകിയായിരുന്ന മഗ്ദലന മറിയയുടെ ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്നു. അവർ തമ്മിൽ വിവാഹിതരാവുന്നു, പ്രണയത്തിലാവുന്നു, തനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നു, ഗ്രാമീണമായ ഒരു വലിയ ജീവിതം ജീവിച്ച് മുത്തച്ഛനാവുന്നു. ഇങ്ങനെ ജീവിച്ച് ഞാനൊരു സാധാരണ മനുഷ്യനായിപ്പോയല്ലോ എന്ന് സങ്കടപ്പെടുമ്പോഴാണ് പെട്ടെന്ന് ആണിയടിയുടെ ആ വേദന അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തുന്നതും ഇതെൻ്റെ അവസാന പ്രലോഭനമായിരുന്നു, ആ പ്രലോഭനത്തെയും ഞാനതിനെ അതിജീവിച്ച് ദൈവികതയിലേക്ക് എത്തപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പുസ്തകം. അങ്ങനെ പറഞ്ഞു പോയാൽ എത്രയധികം പുസ്തകങ്ങളെക്കുറിച്ച്, അക്കാലത്ത് വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് നിരന്തരം പറയേണ്ടി വരും എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഓരോ പുസ്തകങ്ങളും ഓരോ തരം തുറവികളാണ് നമുക്ക് നൽകുന്നത്. ഒരു എഴുത്തുകാരൻ എന്തിനെഴുതുന്നു എന്ന ചോദ്യം, വായനക്കാരൻ എന്തിനു വായിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു എഴുത്തുകാരൻ എന്തിനെഴുതുന്നു എന്ന ചോദ്യം എന്ന് ഞാൻ കരുതുകയാണ്. ആ ചോദ്യത്തിന് ഏറ്റവും മനോഹരമായ ഉത്തരം നൽകിയിട്ടുള്ളത് റീഡിംഗ് ലോലിത ഇൻ തെഹ്റാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അസർ നഫീസി എന്ന് പറയുന്ന
പേർഷ്യൻ എഴുത്തുകാരിയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പലതരം ഉത്തരങ്ങൾ പലയിടങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് എങ്കിലും അവർ പറയുന്നുണ്ട്, ഒരാൾ ഫിക്ഷൻ എഴുതുന്നത് സമൂഹത്തിൻ്റെ റിയാലിറ്റികളുടെ ഫോട്ടോ കോപ്പികൾ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതിനല്ല, അതിനപ്പുറത്തേക്ക് ദൈവികമായ വെളിപാട്, സത്യത്തിൻ്റെ ദൈവികമായ വെളിപാട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനാണ് എന്ന്. അവരതിനുപയോഗിക്കുന്ന വാക്ക് എപ്പിഫനി ഓഫ് ട്രൂത്ത് എന്നാണ്. എപ്പിഫനി എന്ന് പറയുന്ന വാക്ക് ക്രൈസ്തവ തിയോളജി അല്ലെങ്കിൽ ക്രിസ്ത്യൻ തിയോളജിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം. എപ്പിഫനി, തിയോഫനി, ക്രിസ്റ്റോഫനി എന്നിങ്ങനെ 3 തിയോളജിക്കൽ സ്റ്റാൻഡുകളുണ്ട്. ആട്ടിടയന്മാർക്ക് മുമ്പിൽ ദൈവിക ദൂതന്മാർ വെളിപ്പെട്ടു എന്ന് പറയുന്നത് എപ്പിഫനിയാണ് എന്ന് നമുക്കറിയാം. അത്തരം ചില എപ്പിഫനികൾ സമൂഹത്തിൻ്റെ മുമ്പിൽ നൽകുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഒരു എഴുത്തുകാരൻ ഒരു നോവൽ എഴുതുന്നത്, കഥ എഴുതുന്നത് എന്ന് അസർ നഫീസി പറയുകയാണ്. പലപ്പോഴും അത് സത്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരാളുടെ ജീവിതം, ഏതെങ്കിലും ഒരു കഥാസന്ദർഭം നിങ്ങൾ കണ്ടുമുട്ടിയ ഒരു കാര്യം പറയുന്നതിന് വേണ്ടി മാത്രമല്ല ഒരു എഴുത്തുകാരൻ എഴുതുന്നതിനപ്പുറത്തേക്ക് അയാൾക്ക് ജീവിതത്തെ സംബന്ധിച്ച് ചില സത്യങ്ങൾ നിങ്ങളോട്, ചില രഹസ്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് അയാൾ എഴുതുന്നത്. പലപ്പോഴും ആടുജീവിതം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ ചോദിക്കപ്പെടാറുള്ള ചോദ്യം, ആടുജീവിതം നജീബിൻ്റെ ജീവിതമല്ലേ എന്നാണ്. ആടുജീവിതത്തിൽ നജീബ് ഉണ്ടായിരിക്കെ തന്നെ അത് നജീബിൻ്റെ ജീവിതമല്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. നജീബിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ചില ജീവിത രഹസ്യങ്ങൾ, ജീവിത സത്യങ്ങൾ, ജീവിതത്തെ സംബന്ധിച്ച് ചില പാഠങ്ങൾ നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന് പറയുന്ന നോവൽ എഴുതിയത്, അല്ലാതെ നജീബിൻ്റെ ജീവിതം പകർത്തുന്നതിന് വേണ്ടിയല്ല. ഒരു എഴുത്തുകാരനും ഒരു കഥ എഴുതുന്നത് അങ്ങനെ മറ്റൊരാളുടെ ജീവിതം പറയുന്നതിന് വേണ്ടിയല്ല. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ആ പറയുന്നതിനുള്ള, ഒളിച്ചു വെക്കുന്നതിനുള്ള ഇടമാണ് കഥ എന്ന് പറയുന്നത്. ആടുജീവിതത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും, എത്ര പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും പ്രത്യാശയുടെ ഒരു ജീവിതം, പ്രത്യാശയുടെ ഒരു നിമിഷം, ശുഭദിനം നിങ്ങളെ കാത്തു നിൽക്കും. ആ ജീവിതത്തെ നിങ്ങൾക്ക് കൈവിട്ടു പോകരുത്, കൈവിട്ട് കളയരുത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. യഥാർത്ഥ ജീവിതത്തിലെ നജീബ് പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള ആളാണ് എങ്കിൽ കഥയിലെ നജീബ് ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കാതെ നിരന്തരം ജീവിതത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്, ഒരു കുഞ്ഞു ചെടിയെ കാണുമ്പോൾ പോലും ആ ചെടിയുടെ നിന്ന് ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട്, നജീബെ, മരുഭൂമിയുടെ ദത്തുപുത്ര, ഈ തീനാളവും വെയിൽനാളവും നിങ്ങളെ കടന്നു പോകും, നീ അതിൻ്റെ മുമ്പിൽ കീഴടങ്ങരുത് എന്ന് ഒരു ചെടിയെ അയാളോട് മന്ത്രിക്കുന്നത് അയാൾക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിനോടുള്ള നമ്മുടെ പ്രത്യാശ ഇങ്ങനെ ചേർത്ത് 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 പിടിക്കുന്നതിന് വേണ്ടിയാണ്. പുതിയ തലമുറയ്ക്കില്ലാതെ പോകുന്നത് ഈ ആത്മവിശ്വാസത്തിൻ്റെ ബലമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളിൽ വീണു പോകുന്നവർ, എപ്പോഴും വിജയിക്കണമെന്ന് മാത്രം തോന്നുന്നവർ, ഒരു പരീക്ഷയിൽ തോറ്റാലുടൻ തൻ്റെ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തോന്നുന്ന ഒരു കൗമാരവും യൗവനവും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആടുജീവിതം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പാഠം അറിഞ്ഞോ അറിയാതെയോ നൽകുകയാണ്. അങ്ങനെയാണ് ഒരു പുസ്തകം നമ്മൾ വായിക്കേണ്ടത്. ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രസത്തിനുള്ളിലൂടെ ഒരു പ്രകാശരശ്മി കടന്നു പോകുന്നത് പോലെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രസത്തിലൂടെ ഒരു പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ അതുപോലെ അതൊരു വെള്ളി വെളിച്ചമായിരുന്നുവെങ്കിൽ അതിനെ വർണ്ണരാജിയാക്കി മാറ്റുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ഒരു പുസ്തകം കടന്ന് പുറത്തു പോയി കഴിയുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനായി മാറേണ്ടതുണ്ട്. അങ്ങനെ നമ്മളെ പുതുക്കുന്ന പുസ്തകങ്ങൾ, മാറ്റുന്ന പുസ്തകങ്ങൾ, നമ്മുടെ ഉള്ളിൽ വർണ്ണരാജികൾ വിരിയിക്കുന്ന പുസ്തകങ്ങളാണ് യഥാർത്ഥത്തിൽ മികച്ച പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച ശേഷം നിങ്ങൾ ഒരു തരത്തിലും മാറുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല എങ്കിൽ, ആ പുസ്തകം നിങ്ങളുടെ ഉള്ളിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് നന്നായില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതുണ്ട്. പുസ്തകങ്ങൾ എന്ത് സാമൂഹ്യ ദൗത്യമാണ് ഇവിടെ നിർവഹിക്കുന്നത് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. പുസ്തകങ്ങൾ എന്ത് ധർമ്മമാണ് നിൽക്കുന്നത്, പുസ്തകങ്ങൾ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പുസ്തകങ്ങൾ അനേകം മനുഷ്യരെ മാറ്റിമറിക്കാറുണ്ട് എന്ന് കഴിഞ്ഞ 25 വർഷത്തെ എഴുത്തുകാരൻ എന്ന അനുഭവത്തിൽ എനിക്ക് നിശ്ചയമായിട്ടും പറയാൻ കഴിയും. ഒരിക്കലൊരു യുവാവ് എനിക്ക് ഫോൺ ചെയ്തു, വെളുപ്പംകാലത്താണ്. സാറേ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആളാണ്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിഷം വാങ്ങിക്കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചപ്പോൾ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടുവന്ന് ആടുജീവിതം മേശപ്പുറത്തിരിക്കുന്നു. രാവിലെ വരെ സമയമുണ്ടല്ലോ മരിക്കാനെന്ന് കരുതി ഞാൻ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. 2-3 മണിക്കൂർ കൊണ്ട് പുസ്തകം വായിച്ചു തീർന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന്. അതുകൊണ്ട് ഞാൻ സാറിനെ ഒന്ന് വിളിക്കുകയാണ് എന്ന് പറഞ്ഞു. ആടുജീവിതത്തിന്
എത്ര പുരസ്കാരങ്ങൾ കിട്ടിയില്ല എങ്കിലും, ആടുജീവിതത്തെ നിങ്ങൾ എത്ര തമസ്കരിക്കാൻ ശ്രമിച്ചാലും, ആടുജീവിതം എത്ര മോശം സ്മൃതിയാണ് എന്ന് നിങ്ങൾ പറയാൻ ശ്രമിച്ചാലും, ആടുജീവിതം ഒരാളുടെ ഉള്ളിലെങ്കിലും മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതെനിക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. എത്രയോ എത്രയോ അനുഭവങ്ങൾ. ഒരു സ്കൂളിൽ ഇതുപോലെ സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, സാറേ എനിക്കൊന്ന് സംസാരിക്കണം. എന്ന് ചോദിച്ചാൽ എന്താണ്? എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു. ഞാനും എൻ്റെ അമ്മയും എപ്പോഴും അച്ഛനോട് വഴക്കടിച്ചു കൊണ്ടേയിരിക്കും. കാരണം അച്ഛൻ ഗൾഫിൽ പോയി സൂക്കിയാണ്, ഞങ്ങൾ രണ്ടുപേരും കേരളത്തിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ആടുജീവിതം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ അച്ഛൻ അവിടെ എന്തുമാത്രം ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന്. അദ്ദേഹം ഒരു സെക്യൂരിറ്റിക്കാരനായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ ചൂടെന്താണ് എന്ന്, വെയിലെന്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. ഞാൻ ഒരിക്കലും അച്ഛനോട് ഇനി വഴക്കടിക്കുകയില്ല എന്ന് പറയുന്ന ഒരു കുഞ്ഞാണ്. തമിഴ്നാട്ടിൽ നിന്നൊരു കുട്ടി വന്നു എന്നെ കാണാൻ വേണ്ടി. അവൾ പറഞ്ഞത് വെള്ളത്തിൻ്റെ വില എന്താണ് എന്ന ആടുജീവിതം എന്നെ പഠിപ്പിച്ചു എന്നാണ്. ഞാൻ ഓരോ തുള്ളി വെള്ളം ഉപയോഗിക്കുമ്പോഴും ഇനി വളരെ സൂക്ഷിച്ചു മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം. ഒരിക്കലൊരു ഉമ്മ കാണാൻ വേണ്ടി വന്നു കോഴിക്കോട്ട് നിന്ന്. ഇതുപോലെ പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ എന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ഉമ്മ? ഒന്നുമില്ല, എൻ്റെ മകൻ ഒരേ വഴക്ക്. അവന് 5 സെൻറ്റ് ഭൂമിയും ഒരു ചെറിയ കൂരയും ഉള്ളതാണ്. അത് വിറ്റിട്ട് ഗൾഫിൽ പോകണം, അല്ലെങ്കിൽ അത് പണയം വെച്ചിട്ട് ഗൾഫിൽ പോകണമെന്ന് ഒരേ വഴക്ക്. ഞാൻ 120 രൂപ കൊടുത്ത് എൻ്റെ ആടുജീവിതം ഒന്ന് വാങ്ങിച്ചു കൊടുത്തു. അവനിപ്പോൾ ഇവിടെ മീൻ വിറ്റ് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. നിന്നെ ഒന്ന് കണ്ടൊരു സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ് എന്ന്. സാഹിത്യം പലതരത്തിൽ പല രൂപത്തിൽ നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്, മനസ്സുകളിൽ സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് സാഹിത്യം സമൂഹത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, വായന എന്താണ് എന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അത് വായനക്കാരോട് തന്നെ പോയി ചോദിക്കൂ. എങ്ങനെയാണ് നമ്മളെ മാറ്റിമറിച്ചത് എന്ന് അത് ഓരോ വായനക്കാരനും പറഞ്ഞു തരും. ഒരാൾ ചുമ്മാതെയല്ല ഒരു പുസ്തകം വായിക്കുന്നത്. അയാൾ ചുമ്മാതെയല്ല അയാൾ ഇത്രയും സമയം മെനക്കെട്ട് ആ പുസ്തകത്തിൻ്റെ മുമ്പിൽ ചെലവിടുന്നത്. അയാൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള എത്രയോ അധികം പാഠങ്ങൾ ആ പുസ്തകങ്ങൾ ഓരോന്നും അയാൾക്ക് നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് വായന നമ്മൾ എല്ലാ കാലത്തും ഒരു ജീവ ഔഷധം പോലെ കൊണ്ടു നടക്കുന്നത്. ഒരു മനുഷ്യനിൽ നിന്ന് ബെന്നോക്രി പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് 3 തരത്തിൽ നമുക്ക് വേർതിരിക്കാം. 1 അയാൾ ജീവിച്ച ജീവിതം, 2 അയാൾ വായിച്ച ജീവിതം, 3 അയാൾ സ്വപ്നം കണ്ട ജീവിതം. ഈ 3 കാര്യങ്ങൾ കൂടി ചേരുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിച്ച ജീവിതവും വായിച്ച ജീവിതവും സ്വപ്നം കണ്ട ജീവിതവും ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ വായിച്ച ജീവിതത്തെ മാറ്റിമറിച്ചാൽ നമ്മൾ എന്തുമാത്രം ശൂന്യരായ മനുഷ്യരാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ കഴിയും. ആടുജീവിതത്തിൽ ഇബ്രാഹിം ഖാദിരി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. നമ്മളെപ്പോലെ വിദ്യാഭ്യാസമുള്ളവനല്ല, അപരിഷ്കൃതനാണ്, കുളിക്കാത്തവനാണ്, വൃത്തിയില്ലാത്തവനാണ്. പക്ഷേ അയാൾ നമുക്ക് പറഞ്ഞു തരുന്ന സ്നേഹത്തിൻ്റെ ഒരു വലിയ പാഠമുണ്ട്. ആടുജീവിതം സിനിമ കണ്ടവരും നോവൽ വായിച്ചവരും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ അവർ മരുഭൂമിയിൽ ഓടുകയാണ്. ഹക്കീം എന്ന് പറയുന്ന കഥാപാത്രം മരിച്ചു കഴിഞ്ഞു. ഏത് നിമിഷവും നജീബ് മരിക്കുമെന്ന ഘട്ടത്തിൽ വെച്ച് അവർ വിദൂരതയിൽ ഒരു മരുപ്പച്ച കാണുമ്പോൾ ഇബ്രാഹിം ഖാദിരി ഓടിച്ചെന്ന് വെള്ളം കുടിച്ച് തൻ്റെ ജീവൻ ശമിപ്പിച്ച് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് പകരം തൻ്റെ കൂടെ ഓടി വരുന്ന നജീബിനെ വെള്ളമിറ്റ് കൊടുത്ത് അയാൾക്ക് ദാഹം ശമിച്ച് അയാൾ ജീവനുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം സ്വന്തം നാവിലേക്ക് വെള്ളമിറ്റ് കൊടുക്കുന്ന ഇബ്രാഹിം ഖാദിരിയെ നിങ്ങൾ ആ നോവലിൽ കാണാൻ കഴിയും. ഇബ്രാഹിം ഖാദിരിയെ നിങ്ങൾ വെറുതെ വായിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും പഠിക്കാനില്ല. എന്നാൽ നമ്മുടെയൊക്കെ കൂടെ ജീവിതത്തിൽ ചിലരൊക്കെ ഓടുന്നുണ്ട് എന്നും ആ ഓട്ടത്തിൽ അവരെ കൂടി താങ്ങാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നും തിരിച്ചറിയുമ്പോഴാണ് ആ പുസ്തകം നമ്മുടെ ഉള്ളിൽ അബോധപൂർവമായി പ്രവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അബോധപൂർവമായി പ്രവർത്തിച്ച അനേകം പുസ്തകങ്ങളാണ് ഓരോ കാലത്തും മനുഷ്യരെ മാറ്റിമറിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പെറൂവിയൻ എഴുത്തുകാരനായ മറിയ വർഗാസ് അയോസ പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ ബാർബേറിയനായ ഒരു ജീവിവംശമായിരുന്നു. പരസ്പരം കൊല്ലലും ചതിയും ഒക്കെ ജീവിച്ചിരുന്ന ഈ ബാർബേറിയനെ സംസ്കാരജിത്തരാക്കുന്നതിൽ കഥകൾ വഹിച്ച പങ്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാന പ്രസംഗം തന്നെ മുഴുവൻ.
മനുഷ്യനെ സ്വാതന്ത്ര്യബോധമുള്ളവരാക്കി തീർത്തുന്നത്, നീതിബോധമുള്ളവരാക്കി തീർത്തത്, ധാർമ്മിക ബോധമുള്ളവരാക്കി തീർത്തത് യഥാർത്ഥത്തിൽ കഥകളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ കഥകൾ പിന്നീട് നമ്മൾ ഓരോന്നും മതങ്ങളാക്കി മാറ്റുകയും പിന്നീട് അവയെ ചൊല്ലി കലഹിക്കാൻ തുടങ്ങി. എല്ലാ കഥകളും എല്ലാ കാലത്തും, നാടോടിക്കഥകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാ കാലത്തും ഒരു മനുഷ്യനെ നന്നാക്കുന്നതിന് വേണ്ടി മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മളെ കൂടുതൽ സംസ്കാരചിത്തരാക്കുന്നതിന് വേണ്ടി. കഥകളില്ലാത്ത ലോകത്ത്, കഥകൾ കേൾക്കാത്ത ലോകത്ത് നമ്മൾ കൂടുതൽ ബാർബേറിയന്മാരായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനകൾ നമ്മൾ സമൂഹത്തിൽ അവിടെ കണ്ടു തുടങ്ങുകയാണ്. ഒരു പ്രണയം നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ കാമുകിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാനോ അവളെ കുത്തിക്കൊല്ലാനോ അവളെ തീ കത്തിക്കാനോ മടിയില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് കഥകൾ സൃഷ്ടിച്ച് ആർദ്രതയുടെ ലോകം നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. തന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നിയ കാമുകന് വിഷം കൊടുത്തു കൊല്ലാൻ ഒരു കാമുകിക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ആർദ്രതയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതേതെങ്കിലും എവിടെയെങ്കിലും നടക്കുന്ന ഒരു സംഭവമായി കാണരുത്. ഇതൊരു ഒരു 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 സോഷ്യൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ കാണണം. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആർത്തികൾ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ചിന്തകൾ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള വ്യർത്ഥവിചാരങ്ങൾ ആണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. കഥകൾ നമ്മുടെ ഇടയിൽ കൂടുതൽ ഇറങ്ങി വരേണ്ടതുണ്ട്. KP അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ തനിച്ചിരിക്കുമ്പോൾ ഓർക്കുന്നത് എന്ന ആത്മകഥയിൽ പറയുന്ന ഒരു കഥാസന്ദർഭമുണ്ട്. അദ്ദേഹം ഒരിക്കൽ കൊല്ലത്ത് ടൗണിലൂടെ സായാഹ്ന സവാരിക്ക് നടക്കുമ്പോൾ അവിടെ കുറച്ച് പുസ്തകങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. അതിനപ്പുറത്ത് മാറി കുറച്ച് പിച്ചാത്തികൾ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അദ്ദേഹം സായാഹ്ന സവാരി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പിച്ചാത്തികൾ മുഴുവൻ വിറ്റ് തീർന്നിരിക്കുന്നു, പുസ്തകങ്ങളൊന്നും വിറ്റുപോയിട്ടില്ല. KP അയ്യപ്പൻ പറയുകയാണ്, ഇത് നമ്മുടെ സംസ്കാരത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. പിച്ചാത്തികൾ വിറ്റുപോകുകയും പുസ്തകങ്ങൾ വിറ്റുപോകാതിരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് ഒരു അപകടമുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ആ പിച്ചാത്തികൾ ഒരുപക്ഷെ നമ്മുടെ എളിയിലേക്ക് തിരികെ തരാൻ വരുന്ന അനേകം ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ജാതിയുടെ പിച്ചാത്തിയാണ്, മതത്തിൻ്റെ പിച്ചാത്തിയാണ്, വർഗീയതയുടെ പിച്ചാത്തിയാണ്, രാഷ്ട്രീയത്തിൻ്റെ പിച്ചാത്തിയാണ്. ഈ പിച്ചാത്തി നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചേർത്ത് പിടിക്കേണ്ടത്, നമ്മളെ ഒന്നിപ്പിക്കേണ്ടത്, നമ്മളൊന്നാണെന്ന് തോന്നിപ്പിക്കേണ്ടത് പുസ്തകങ്ങളാണ്, അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ്. ബൈബിളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്, ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് വേർ ഈസ് യുവർ ബ്രദർ എന്നാണ്. നീ എവിടെ, നിൻ്റെ സഹോദരൻ എവിടെ, നിൻ്റെ കുരിശെവിടെ എന്ന 3 ചോദ്യങ്ങളാണ് ബൈബിൾ എല്ലാ കാലത്തും ഉയർത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിൻ്റെ സഹോദരൻ എവിടെ എന്നാണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സഹോദരൻ എവിടെ എന്ന ഒരു അന്വേഷണത്തിന് ചെറിയ തോതിലെങ്കിലുമുള്ള ഒരു ഉത്തരം കണ്ടെത്തുന്നതിനാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, ശബ്ദമില്ലാതെ പോയ മനുഷ്യർ, അവരുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് യഥാർത്ഥത്തിൽ എഴുത്തിലൂടെ നടത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അൽ അറേബ്യൻ നോവൽ ഫാക്ടറി പോലെയുള്ള ഒരു നോവൽ എഴുതാൻ എനിക്ക് സന്നദ്ധതയുണ്ടായത്. അറബ് ദേശത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത്രയും അറബ് ലോകം പ്രൗഢിയുടേതാണ് എന്നാണ്. പക്ഷേ അതിനകത്ത് ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്നവർ, സാമൂഹ്യനീതിക്ക് വേണ്ടി വാദിക്കുന്നവർ, സമൂഹത്തിൽ രണ്ടാം തരക്കാരായി പോയതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നവരുടെയൊക്കെ ജീവിതങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കടന്ന് വരുന്നുണ്ട്. ഓരോ തരം നോവലും അത്തരത്തിലുള്ള ചില കാര്യങ്ങളെ, ചില മനുഷ്യരെ, ചില വ്യക്തികളെ, ചില സന്ദർഭങ്ങളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരെ വെള്ളി വെളിച്ചത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമം എന്ന നിലയിലാണ് എഴുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും വായനയാണ് എൻ്റെ ജീവിതമെന്നാണ് ഞാൻ കരുതുന്നത്. വായിച്ചതിന് ശേഷമുള്ള കുറച്ച് നിമിഷങ്ങളാണ് എഴുത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. വായന ഒരു ജീവശ്വാസം പോലെ, ജീവവായു പോലെ എപ്പോഴും കൊണ്ടു നടക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുള്ള ഒരാളാണ് ഞാനും. വായന നമുക്ക് നൽകുന്ന ആ ഉന്മേഷം, 20 വർഷം കാലം ഗൾഫിൽ ജീവിച്ചിട്ട് 20 ദിവസം പോലും ആയി എന്ന് തോന്നാത്തത് ഓരോ ദിവസവും തിരക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ഒരു പുതിയ പുസ്തകത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നുവെന്ന തോന്നലിൽ നിന്നാണ്. ഓരോ പുസ്തകങ്ങളും നമ്മളെ പുതിയ മനുഷ്യരാക്കി തീർക്കുകയാണ്, പുതിയ ജീവിതം പ്രദാനം ചെയ്യുകയാണ്. ആവർത്തന വിരസത കൊണ്ട് നമ്മളെ മുഷിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിന് പുതുമ പകരുന്നതിന്
പുസ്തകങ്ങൾ ആവശ്യമാണ്, കലകൾ ആവശ്യമാണ്, സംഗീതം ആവശ്യമാണ്. ഇല്ലാത്തവരുടെ ജീവിത സായാഹ്നം പരമബോറായിരിക്കും, അത്രമേൽ വിരസമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പുസ്തകം നമ്മൾക്ക് കൂട്ടായിരിക്കട്ടെ, അത് നമുക്ക് ആത്മവിശ്വാസത്തിൻ്റെ വെളിച്ചം പകർന്നു തരട്ടെ. നിങ്ങൾ ഒരു പ്രതിസന്ധിയിൽപ്പെടുമ്പോൾ ഒരു മിന്നൽ വെളിച്ചം പോലെ എത്തിപ്പിടിക്കാൻ അതിലെ ചില സന്ദർഭങ്ങൾ, അതിലെ ചില വ്യക്തികൾ, അതിലെ ചില 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 മുഹൂർത്തങ്ങൾ നമുക്ക് പിന്നാലെ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുസ്തകം വായന വ്യർത്ഥതയാണ് എന്നത് നമുക്കൊന്നും നൽകുന്നില്ല എന്നാരെങ്കിലും പറയുന്നില്ലെങ്കിൽ അവർ പുസ്തകത്തിൻ്റെ മഹനീയത തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ഇത്ര നേരം നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അവിടെ ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണുകളിലിരുന്നു കൊണ്ട് എൻ്റെ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന, ഞാൻ എൻ്റെ എഴുത്തുമുറിയിലിരുന്ന് എഴുതി കൂട്ടുന്ന, ചിന്തിച്ചു കൂട്ടുന്ന, ആലോചിച്ചു കൂട്ടുന്ന അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തരുടെയും മുഖങ്ങളെ ഇങ്ങനെ ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മനോഹരമായ ഒരു പുസ്തകോത്സവം സംഘടിപ്പിച്ച കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയോട്, ഇതിൻ്റെ എല്ലാ ഉയർന്ന ഭാരവാഹികൾ, മന്ത്രിമാർ, സ്പീക്കർ, ഇതിൻ്റെ നടത്തിപ്പുകാർ, ഉത്തരവാദിത്തപ്പെട്ട ചുമതലക്കാർ എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരോടും ഹൃദയത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർ, സമകാലീനരായ മലയാളം എഴുത്തുകാരിൽ താങ്കൾ ഏറ്റവും അധികം സ്പർശിച്ച എഴുത്ത് ആരുടേതാണെന്ന് അറിയാനൊരു കൗതുകം തോന്നുന്നുണ്ട്, പറയാം. അങ്ങനെ ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ്റെ പേര് പറയുന്നതിൽ യുക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളത്തിലെ എല്ലാ എഴുത്തുകാരുടെയും എല്ലാ മികച്ച രചനകളും വായിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അവരെയെല്ലാം ഇഷ്ടവുമാണ്. ആദ്യകാലങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ആനന്ദായിരുന്നുവെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ജൈവമനുഷ്യൻ പോലെയുള്ള പഠനങ്ങളൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരുഭൂമികൾ ഉണ്ടാവുന്നത് എന്ന നോവലാണ് യഥാർത്ഥത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളതിൽ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യത്തെ പുസ്തകം. അതിനു മുമ്പുള്ള നോവലുകളൊന്നും ഓർക്കുന്നില്ല. ഒരുപക്ഷെ ഉപപാഠ പുസ്തകവുമായി വായിച്ചിട്ടുള്ള ബഷീറിൻ്റെ കൃതികളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഓർമ്മയിലുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ വായിച്ചു എന്ന എൻ്റെ ഓർമ്മയിലുള്ള ഒരു പുസ്തകം മരുഭൂമികൾ ഉണ്ടാവുന്നതാണ്. അക്കാലത്ത് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള എഴുത്തുകാർ നിരൂപകരായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കെ പി അപ്പനെ പോലെ, വി രാജകൃഷ്ണനെ പോലെ, ആഷാമേനനെ പോലെ ഉള്ള ആൾക്കാരുടെ പുസ്തകങ്ങൾ എന്നെ വല്ലാതെ ആകർഷിക്കുകയും അതിലൂടെയാണ് യഥാർത്ഥത്തിൽ അവരുടെ രചനകളിലൂടെയാണ് ലോക ക്ലാസിക്കുകളിലെ ഓരോ പുസ്തകങ്ങളിലേക്കും കടന്നു പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. സർഗധനരായ ഒരു പിടി എഴുത്തുകാർ നമുക്കിപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. മലയാള സാഹിത്യം അതിൻ്റെ അതിരുകൾ പിന്നിട്ട് ഇംഗ്ലീഷ് ഭാഷയിലേക്കും മറ്റനേകം ഭാഷകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ JCB പുരസ്കാരം 6 തവണ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 3 തവണയും മലയാളത്തിനാണ് എന്നതുകൊണ്ട് തന്നെ മലയാള സാഹിത്യം ഇന്ത്യൻ സാഹിത്യത്തിൽ മേഖലയിൽ എത്രമാത്രം മുന്നോട്ട് നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സ്വിറ്റ്സർലൻഡിൽ ചെന്നപ്പോൾ ഐസ്ലൻഡിലെ എഴുത്തുകാരനായ ഷോണിനെ കാണാൻ ഇടയായി. അദ്ദേഹം തിരുവനന്തപുരത്ത് മറ്റൊരു സാഹിത്യോത്സവത്തിന് വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാഹിത്യോത്സവങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ട്. കേരളം പോലെ ഇത്ര വൈബ്രൻ്റായ ഒരു സാഹിത്യ സമൂഹത്തെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അത്രമേൽ ചെറുപ്പക്കാർ വായനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, ചെറുപ്പക്കാർ എഴുതിക്കൊണ്ടിരിക്കുന്ന, സാഹിത്യം സജീവമായിരിക്കുന്ന സമൂഹങ്ങളിലൊന്നിൽ നമ്മളെല്ലാവരുടെയും മികച്ച കൃതികൾ വായിക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നല്ല എഴുത്തുകാർ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ, ഈ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളാണ് ഒരു എഴുത്തുകാരനെ വാർത്തെടുക്കുന്നതെന്ന് പല സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ എഴുതിയപ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട്, ഒരു റൊട്ടീനിലൂടെ കടന്നുപോയ, പൃഥ്വിരാജിൻ്റെ അഭിമുഖത്തിലും ഞാൻ കേട്ടിട്ടുണ്ട്, റൊട്ടീനിലൂടെ കടന്നുപോയ ഒരു നേരത്തെ കൽപ്പിക്കപ്പെട്ട ഒരു ജീവിതചര്യയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റി, സർഗാത്മകത പുറത്തു വരില്ല, അല്ലെങ്കിൽ അതിനെ വാർത്തെടുക്കാൻ കഴിയില്ല എന്ന് പല സ്ഥലങ്ങളിലും വായിച്ചിട്ടും കേട്ടിട്ടുണ്ട്. ജീവിതാനുഭവങ്ങളുടെ പ്രസക്തി എന്താണ് ഈ എഴുത്തുകളിൽ, ജീവിതാനുഭവങ്ങളുടെ? നിശ്ചയമായിട്ടും നിങ്ങളൊരു എഴുത്തുകാരനാവണമെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തോട് കലഹങ്ങൾ ഉണ്ടായിരിക്കണം, അതൃപ്തികൾ ഉണ്ടായിരിക്കണം, അസംതൃപ്തികൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ സമൂഹത്തിൽ സർവ്വതിനോടും തൃപ്തിയാണ് എങ്കിൽ, ഈ വ്യവസ്ഥിതി പൂർണ്ണമായും ശരിയാണ് എന്ന് തോന്നുന്നെങ്കിൽ, ഇവിടെ എല്ലാവരും സുഖമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങൾക്കൊരിക്കലും അതിൽ നിന്ന്
ഒരു കൃതി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ നിന്ന് നിങ്ങളൊരു എഴുത്തുകാരനായി തീരുകയുമില്ല. അതിലുപരിയായി നിരന്തരം നമ്മൾ സമൂഹത്തെ നോക്കിക്കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന അതൃപ്തികൾ, അതിലൂടെ ഉണ്ടാവുന്ന കലഹങ്ങൾ, അതിലൂടെ ഉണ്ടാവുന്ന മാനസിക വ്യഥകളാണ് നമ്മളെ ഒരു എഴുത്തുകാരനാക്കി മാറ്റുന്നത്. ഇപ്പോൾ നൃത്തം ചെയ്യുന്ന ഒരു സൂര്യനെ സൃഷ്ടിക്കണമെങ്കിൽ അതിനു മുമ്പ് നിങ്ങളുടെ ഉള്ളിലൊരു കലാപം നടന്നിരിക്കണമെന്ന് സാർത്ത് പറയുന്നത് പോലെ, നമുക്ക് നിങ്ങളുടെ ഉള്ളിലൊരു ആശയം പകർന്നു നൽകണമെങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയ ഒരു സംഘർഷം എഴുത്തുകാരൻ അനുഭവിച്ചിട്ടുണ്ടാവണം. ആ എഴുത്തുകാരൻ അനുഭവിച്ച സംഘർഷത്തിൻ്റെ 1%, 2% ആയിരിക്കും യഥാർത്ഥത്തിൽ വായനക്കാരന് പകർന്നു നൽകാൻ കഴിയുക. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പുസ്തകം, എൻ്റെ മാത്രമല്ല ഏതൊരാളുടെയും ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ട് നിങ്ങൾ മാനസികമായ കാലുഷ്യത്തിൽപ്പെടുന്നു, സംഘർഷത്തിൽപ്പെടുന്നു, അത് നിങ്ങളെ ബാധിക്കുന്നുവെങ്കിൽ ആ എഴുത്തുകാരൻ അതിൻ്റെ 10 മടങ്ങ് പ്രതിസന്ധികളിലൂടെ, അതേതരം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് സംതൃപ്തമായ മനസ്സിൽ നിന്നല്ല, അസംതൃപ്തമായ മനസ്സിൽ നിന്ന് തന്നെയാണ് കൃതികൾ ഉണ്ടാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. സാർ, മാതളറിൻ്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് സാർ, അതിന് പിന്നെ മതത്തിനെയും രാഷ്ട്രീയത്തിനെയും സാറ് നിശ്ചിതമായി അതിനകത്തുള്ള പൊള്ളത്തരങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ വിമർശിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് സാറിനെ അറിയാമെന്നുള്ളത് ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള ഒരു അറിവ് നിൽക്കുമ്പോഴും സാർ അത് എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഇത്ര രീതിയിൽ അതിനകത്ത് ഒരു വിമർശനം കൊണ്ടുവരാൻ പറ്റുകയും അതിലെ കഥാപാത്രം എന്ന് പറയുന്നത് കുഞ്ഞുകുഞ്ഞ് രണ്ടാമൻ അവസാനം ഈ രാഷ്ട്രീയത്തിൽ നിന്നും മാറി അദ്ദേഹം ഒരു മതത്തിൻ്റെ വിശ്വാസത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ അതിനകത്തൂടെ വായനക്കാർക്ക് നൽകുന്ന ഒരു സന്ദേശം, നമ്മൾ വായിച്ചു തീരുമ്പോഴേക്കും കുഞ്ഞുഞ്ഞി തിരിച്ച് വീണ്ടും അദ്ദേഹം ഒരു ക്രൈസ്തവ ഭക്തനായിട്ട് പോവുകയാണ്. പുസ്തകങ്ങൾ സന്ദേശങ്ങൾ നൽകുന്ന കാലമൊക്കെ കുറച്ച് സന്ദേശമല്ല, യഥാർത്ഥത്തിൽ ചില ജീവിത പാഠങ്ങൾ നിങ്ങൾക്കതിലൂടെ പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും നിരന്തരമായി വിമർശിച്ചു കൊണ്ടിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വിമർശനങ്ങൾ അതിനെ തകർത്താൻ വേണ്ടിയല്ല, അതിനെ വളർത്താൻ വേണ്ടിയാണ്. എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് EMS 92 തന്നെ എപ്പോഴോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സർഗാത്മകത അതിൻ്റെ സമ്പൂർണതയിൽ എഴുത്തുകാരനുള്ളതാണ് എന്നും അത് നിശ്ചയമായിട്ടും നമ്മൾ അംഗീകരിക്കേണ്ടതാണ് എന്നും 92 തന്നെ ഭാഷാഭൂഷണിയുടെ സാഹിത്യോത്സവത്തിൽ EMS അടിയുരവിട്ട് പറയുകയും വിമർശനത്തിന് അതീതമല്ല പാർട്ടി എന്നും സ്വയം വിമർശനാത്മകമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിശ്ചയമായിട്ടും നമ്മൾ പാർട്ടിയെയോ സഭയെയോ ഏതുതരം പ്രസ്ഥാനത്തെയോ നോക്കിക്കാണുമ്പോൾ അതിനകത്ത് വിമർശനാത്മകമായ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമാണ് നമ്മൾ തുറന്നു കാണുന്നത്. പക്ഷേ മാന്തളൂർ കുഞ്ഞുകുഞ്ഞ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ കഥയിൽ അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടും കാണുമ്പോൾ യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ നിന്നോ ഏതുതരം പ്രത്യാശന്നോ ഉള്ള വീഴ്ച എന്ന് പറയുന്നത് ചെന്ന് വീഴുന്നത് അന്ധവിശ്വാസങ്ങളുടെ കൂടാരങ്ങളിലായിരിക്കുമെന്നാണ് മാന്തളൂർ കുഞ്ഞുകുഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ കഴിയും. പുതിയ ഇടങ്ങളിൽ പോലുമുണ്ട്. എത്ര നാളും ജീവിച്ച എല്ലാ പ്രത്യയശാസ്ത്രത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോകുന്ന എത്രയോ മനുഷ്യർ നമുക്കുണ്ട്. അതിലൊരു പ്രതിനിധിയാണ് മാന്തളൂർ കുഞ്ഞുകുഞ്ഞ് എന്ന് പറയുന്നത്. അങ്ങനെയല്ലാത്ത എത്രയോ മനുഷ്യർ ഈ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണ്, അല്ലെങ്കിൽ അങ്ങനെ വീണു പോകരുത് നമ്മളെന്ന് ഉറപ്പിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ ആ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ആശയമെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ തന്നെ കുടുംബത്തിലെ അനേകം കഥകളുടെ ഒരു സാരാംശവും ചേർത്തുവെപ്പുമാണ് മാന്തളൂരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്നത്. മാന്തളൂർ കുഞ്ഞുകുഞ്ഞ് എന്ന് പറയുന്നത് എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അനേകം സന്ദർഭങ്ങൾ അതിലേക്ക് എടുത്തിട്ടുണ്ട്. എല്ലാവരും മാന്തളൂർ കുഞ്ഞുകുഞ്ഞ് ആവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് തന്നെ ഞാൻ ആ നോവലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. സാഹിത്യ വിദ്യാർത്ഥി നിലയിൽ ഷെല്ലിയെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു റൊമാൻറ്റിക് പോയിറ്റ് എന്ന നിലയിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വലിയ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എ പോയറ്റ് ഈസ് ആൻ അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റർ ഓഫ് ദ വേൾഡ് എന്നാണ്. അപ്പോൾ സാറിൻ്റെ ഒരു ടേക്ക് എനിക്ക് അതിൽ നിന്ന് കിട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇപ്പോഴത്തെ എഴുത്തുകാരിൽ നമുക്കത് കാണാനായി പൂർണ്ണമായി സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇനി രണ്ടാമത്തത്, സാർ ഒരുപാട് വേദികളിൽ ഇന്ന് പറഞ്ഞു തുടങ്ങിയത് അതിൽ നിന്നാണ്. ആടുജീവിതത്തെക്കുറിച്ച് സാറ് തീർച്ചയായും പരാമർശിക്കാതെ സാറിന് സംഭവിച്ചില്ല.
അപ്പോൾ ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലയിൽ വീണ്ടും ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്, ഏതൊരു കാര്യം നമ്മൾ ക്രിസ്ത്യൻ ചെയ്യുമ്പോൾ തീർച്ചയായും പേരിടുന്നതിലാണല്ലോ കാര്യമുള്ളത്. അപ്പോൾ അതിൽ സാറിൻ്റെ എല്ലാ ടൈറ്റിൽസിലും ഒരു സിംഗിൾ വേർഡിലാണ് ടൈറ്റിലിംഗ് എല്ലാം മിക്കവാറും വരാറുള്ളത്. അപ്പോൾ അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്താണെന്ന് സാറിനൊന്ന് പറയാൻ സാധിക്കുമോ? അത്രയ്ക്ക് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടാണ് ഞാനത് ചോദിക്കാനുണ്ടായ കാരണം. ഇപ്പോൾ ആടുജീവിതം എന്ന് പറയുമ്പോൾ സിംഗിളാണ്, ഇപ്പോൾ ഈ പറഞ്ഞ നോവലാണെങ്കിലും അങ്ങനെ ഒരു സിംഗിൾ. അപ്പോൾ ആ ഒരു ക്രിസ്ത്യനിങ് അതിൻ്റെ ഒരു പ്രത്യേക വിഷയം എന്തെങ്കിലും ഉണ്ടോ? താങ്ക് യു സർ. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വായനക്കാരും സമൂഹവും ഒക്കെയാണ് പറയേണ്ടത്. ഒരു എഴുത്തുകാരനെന്ന നിലയിൽ ഞാനതിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പുസ്തകത്തിൻ്റെ പേര് എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു നോവൽ എഴുതാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഒരുപക്ഷെ അതിൻ്റെ പേരിടാൻ വേണ്ടി എടുക്കും, അല്ലെങ്കിൽ സർഗാത്മകമായ ഏറ്റവും നല്ല നിമിഷത്തിലായിരിക്കും ഒരു പേര് വന്ന് വീഴുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒറ്റവരി മാത്രമല്ല, മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, കപൂരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, അങ്ങനെയുള്ള പല പേരുകളും വരാറുണ്ട്. ആ നോവലിന് ഏറ്റവും ആപ്റ്റായിരിക്കുകയും അതേസമയത്ത് ഏറ്റവും ആകർഷകമായിരിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തോ ഭാഗ്യവശാൽ പലപ്പോഴും അപൂർവം ചില നല്ല പേരുകൾ പുസ്തകങ്ങൾക്ക് നൽകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. നിരന്തരമുള്ള നമ്മൾ ആ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ആ രചനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ആ പേര് എന്ന് പറയുന്നത്. ആ വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ആ നോവലിൻ്റെ മുഴുവൻ സബ്ജക്റ്റിനെയും ഉൾക്കൊള്ളാൻ ആ പേരിന് കഴിയേണ്ടതുണ്ടോ, അതിനെ ക്യാരി ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇപ്പം 4 തലമുറ നേഴ്സുമാരുടെ ജീവിതം പറയുന്ന ഒരു പുസ്തകമാണ് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്നത്. ആ പുസ്തകത്തിന് ഞാൻ പല പേരുകളും ആലോചിച്ചതാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് 2ാം ലോകമഹായുദ്ധകാലം മുതൽ ഇന്നോളം എത്രയോ അധികം സ്ത്രീകൾ അന്യദേശങ്ങളിൽ ജീവിതോപാധി തേടി നഴ്സിംഗിൻ്റെ ആവശ്യപ്രകാരം പോയിട്ടുണ്ട്. അത് അങ്ങ് സിംഗപ്പൂരിലായാലും അമേരിക്കയിലായാലും ആഫ്രിക്കൻ രാജ്യങ്ങളിലായാലും ഗൾഫ് രാജ്യങ്ങളിലായാലും പുരുഷൻ യാത്ര ചെയ്യുന്നതിന് മുമ്പേ യാത്ര ചെയ്തു പോയ സ്ത്രീകളുടെ ചരിത്രം യഥാർത്ഥത്തിൽ പുരുഷന്മാരെഴുതിയ ചരിത്രത്തിൽ എവിടെയും ഇല്ല എന്നതുകൊണ്ടാണ് ആ പുസ്തകത്തിന് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പേര് കൊടുക്കുന്നത്. അപ്പോൾ അത്തരം ചില ക്യാരി അതിനകത്തുണ്ടാവണം. ആ വിഷയത്തിൻ്റെ മൊത്തം എസൻസിനെ ഉൾപ്പെടുത്തണം എന്നതാണ് ഞാനൊരു പേരിടുന്നതിന് വെക്കുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത്. വളരെ പ്രയാസം പിടിച്ച പണികളിലൊന്നാണ് പേരിടുക എന്ന് പറയുന്നത്.